തലസ്ഥാന നഗരിയെ ഇളക്കി മറിക്കാൻ അനന്തപുരിയുടെ മണ്ണിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ഇവിടെ കിള്ളിപ്പാലം മുതൽ കരമന വരെയാണ് റോഡ് ഷോ നടക്കുന്നത്. അദ്ദേഹത്തെ കാണാനായിട്ട് എത്തിയ ജനസാഗരത്തെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഏകദേശം BJPയുടെ ആ ഒരു ആവേശവും എല്ലാം ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന വേളയിൽ അവർ ജയ് വിളിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ സാധിച്ചു. ഏറെ നേരമായി തന്നെ ഏകദേശം 4 മണി മുതൽ തന്നെ ഈ ജനങ്ങളെല്ലാം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഒരു നോക്ക് കാണാൻ വേണ്ടി അദ്ദേഹത്തെ ഒന്ന് കണ്ടാൽ മതി എന്നുള്ള ആ ഒരു ആവേശം തുളുമ്പി നിന്നുകൊണ്ട് ഇത്രയും നേരം ഈ ജനങ്ങളെല്ലാം അദ്ദേഹത്തെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ കുറെ നേരമായി തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു. അദ്ദേഹത്തെ കണ്ടപ്പോഴുള്ള ആവേശഭരിതമായി തന്നെ അദ്ദേഹത്തെ സ്വീകരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് ഇവിടെ കാണാൻ സാധിച്ചു. ഇനി ഇവിടെ നേമം മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികളുമായിട്ടാണ് അദ്ദേഹം ഇവിടെ കിള്ളിപ്പാലം മുതൽ കരമന വരെ അങ്ങോട്ടേക്ക് റോഡ് ഷോയായി അദ്ദേഹം പോകുന്നത്. ഇത് ഏറ്റവും തിരുവനന്തപുരം നഗരത്തില് അദ്ദേഹം വരികയും BJPക്ക് വലിയൊരു ഉണർവേകാൻ സാധിക്കുന്ന തരത്തിലാണ് അദ്ദേഹത്തിന്റെ ഒരു വരവ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇത് ഇലക്ഷൻസ് ഈ നിയമസഭാ ഇലക്ഷനിൽ അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ BJPക്ക് കൂടുതലായി തന്നെ ഒരു അടിത്തറ ഇവിടെ പാകാൻ അദ്ദേഹത്തിന്റെ ഈ ഒരു വരവോടുകൂടി തന്നെ സാധിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് മാത്രമല്ല BJP ഈ നേമം മണ്ഡലത്തില് നേമം മാത്രമല്ല ഒരുപാട് A ക്ലാസ് മണ്ഡലങ്ങൾ നേമം, വട്ടിയൂർക്കാവ്, അതുപോലെ തന്നെ കഴക്കൂട്ടം, ഇതെല്ലാം A ക്ലാസ് മണ്ഡലങ്ങളാണ്. അപ്പൊ ഈ മണ്ഡലങ്ങളിലെല്ലാം തന്നെ അദ്ദേഹത്തിന്റെ ഒരു വരവ് വലിയൊരു ഉണർവ് ഏകാൻ സാധിക്കുമെന്ന് തന്നെയാണ് നമുക്കിവിടെ ഈ ഒരു നിമിഷം നമുക്ക് പറയാൻ സാധിക്കുന്നത്. എന്തു തന്നെയായാലും അദ്ദേഹത്തിന്റെ വരവ് വലിയൊരു ആവേശം തന്നെയാണ് ഈ ജനങ്ങൾക്ക് നൽകുന്നതും. മാത്രമല്ല ഇപ്പം രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹത്തോടൊപ്പം ഒരു റോഡ് ഷോയിൽ പങ്കെടുക്കും. അതിന്റെ ബാക്കി ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ആവേശത്തിരകൾ ഉയർത്തി ഭാരതത്തിന്റെ പ്രഥമ സേവകൻ അനന്തപുരിയിൽ. BJPയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ചൂടും ചൂരുമേകാൻ സ്വയം സേവകൻ നേരിട്ട് അനന്തപുരിയിൽ എത്തിയിരിക്കുകയാണ്. തിരുവല്ലയിൽ അനൂപ് ആന്റണിയുടെ പ്രചരണ വേദിയിൽ പങ്കെടുത്തതിനു ശേഷം അവിടെ കൂടിയിരുന്ന പ്രവർത്തകർക്കിടയിൽ ആവേശം ഉണർത്തിയതിനു ശേഷം അദ്ദേഹം അനന്തപുരിയിലേക്ക് എത്തിയിരിക്കുകയാണ്. കാഴ്ചകളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇനി കരമന കിള്ളിപ്പാലത്ത് നിന്ന് പാപ്പനംകോട് വരെ ഇവിടെ അനന്തപുരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ റോഡ് ഷോ ഉണ്ട്. റോഡിന് ഇരുവശത്തും അദ്ദേഹത്തെ കാണാൻ കാത്തുനിന്ന ജനസാഗരത്തിന് മുന്നിൽ കൈവീശി അദ്ദേഹം കിള്ളിപ്പാലത്തേക്ക് എത്തുകയാണ്. കിള്ളിപ്പാലത്ത് നിന്നും ഏകദേശം ഒരു 1.5 മണിക്കൂറോളം റോഡ് ഷോ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ഈ റോഡ് ഷോ കാണുന്നതിന് വേണ്ടി റോഡിന് ഇരുവശത്തും ഇപ്പോഴേ ആളുകൾ തടിച്ചുകൂടിയിട്ടുണ്ട്. പാസ് മൂലമാണ് അവിടേക്കുള്ള ആളുകളുടെ സഞ്ചാരം നിയന്ത്രിക്കുന്നത്. വളരെ കർശനമായ സുരക്ഷയിൽ തന്നെയാണ് കിള്ളിപ്പാലം മുതൽ പാപ്പനംകോട് വരെ ഉള്ള റോഡ് സജ്ജീകരിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അനന്തപുരിയിൽ എത്തുമ്പോൾ ശരിക്കും BJP പ്രവർത്തകർക്ക് വളരെ ഉണർവും ഉത്സാഹവും ലഭിക്കുകയാണ്. ഇനി വെറും 4 ദിവസങ്ങൾ മാത്രമാണ് വോട്ടെടുപ്പിനായുള്ളത്. ആ വോട്ടെടുപ്പിന് മുൻപ് അനന്തപുരിയിൽ എത്തുന്ന അദ്ദേഹം എന്തുകൊണ്ട് വികസിത കേരളത്തിനായി നിങ്ങൾ ഓരോരുത്തരും വോട്ട് ചെയ്യണം എന്നതിനെ കുറിച്ച് തന്നെയാണ് പറയുന്നത്. നേരിട്ട് അദ്ദേഹം എത്തി തിരുവനന്തപുരത്ത് ഇത്തരത്തിലൊരു റോഡ് ഷോ ഈ 4 ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ നടത്തുമ്പോൾ അത് വലിയൊരു ആവേശമാണ് പ്രവർത്തകരിലും അതുപോലെ തന്നെ BJP വിശ്വസിക്കുന്ന ജനങ്ങളിലും ഉണ്ടാകുന്നത്. തിരുവല്ലയിൽ അദ്ദേഹം പറഞ്ഞത് LDFന്റെ അവസാന നാളുകൾ അടുത്തു, ഇനി NDA എന്നാണ്. എന്തായാലും ആവേശ തിരകൾ ഉയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്ത് എത്തിയിരിക്കുകയാണ്.